എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഈ വരുന്ന 5, 6, 7, 8, 9, 10, 11 തീയതികളിൽ നമുക്ക് ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള UAE, ഒമാൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്ക് ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട് നാട്ടിൽ വെച്ച്. ഈ ഒരു ജോലികൾ എന്തൊക്കെയാണ്, ആർക്ക് അപേക്ഷിക്കാം, എന്നാണ് കറക്റ്റ് ഇന്റർവ്യൂ, മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ള സകല കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ശേഷം ഏതെങ്കിലും ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ 9539 നമ്പറിലേക്ക് നിങ്ങളുടെ CV അയച്ചു തരിക. ഒപ്പം ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്ന് മെൻഷൻ ചെയ്യാനും വിട്ടുപോരുത്. ജോബ് ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട്, മെയ് 4 തീയതി നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ റിസൾട്ട് വരികയാണ്. ആരായിരിക്കും കേരളം ഭരിക്കുക? UDF അതോ LDF? BJP കേരളത്തിൽ സീറ്റ് നേടുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ. ഇന്റർവ്യൂ ഡേറ്റിനനുസരിച്ച് തന്നെ നമുക്ക് ഓരോ ജോലികളും പരിചയപ്പെടാം. ആദ്യത്തെ ജോലി ഒഴിവ് വന്നിട്ടുള്ളത് നഹൽ എക്സ്പ്രസിലേക്കാണ്, സൗദി അറേബ്യയിലേക്കാണ്. മെയ് 5 തീയതിയാണ് ഇതിന്റെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. വന്നിട്ടുള്ളത് നഹൽ എക്സ്പ്രസിലേക്കാണ്, സൗദി അറേബ്യയിലേക്കാണ്. മെയ് 5 തീയതിയാണ് ഇതിന്റെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. സൗദിയിലെ ഏറ്റവും മികച്ച ഡെലിവറി കമ്പനികളിൽ, സൗദിയിലെ ഏറ്റവും വലിയ ഡെലിവറി കമ്പനികളിൽ ഒന്നാണ് നഹൽ എക്സ്പ്രസ്. ഈ ഒരു കമ്പനിയിലേക്കാണ് ഡെലിവറി ഡ്രൈവർ പോസ്റ്റിലേക്ക് വേക്കൻസി വന്നിട്ടുള്ളത്. 2000 സൗദി റിയാലാണ് ഇവിടെ സാലറി വരുന്നത്. കൂടാതെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മറ്റു ബെനിഫിറ്റുകളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ചില കാര്യങ്ങൾ മാത്രമാണ്. അതായത് 40 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളെയാണ് ഈ ഒരു ഇന്റർവ്യൂവിലേക്ക് പരിഗണിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഡെലിവറി മേഖലയിൽ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നത് മാത്രമാണ് ഇവിടെ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. കൂടാതെ 40 വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം. അപ്പോൾ നിങ്ങൾക്ക് ചില സംശയം ഉണ്ടാകാം, വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് വേണോ? GCC ആണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതൊന്നും ആവശ്യമില്ല. ഏതെങ്കിലും GCC രാജ്യത്തെ, ഗൾഫ് രാജ്യത്തെ വാലിഡ് അല്ലെങ്കിൽ എക്സ്പെർട്ട് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ മീഡിയം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നത് മാത്രമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെയ് 5 തീയതിയുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ. ഓൺലൈൻ ഇന്റർവ്യൂ ആണ്, ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കുകയാണെങ്കിൽ UAEയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് മെയ് 6 തീയതിയാണ്. എയർപോർട്ട് പ്രൊജക്റ്റിലേക്ക് അനേകം ജോലി ഒഴിവുകളുണ്ട്. അത് കാറ്ററിംഗ് സർവീസിലേക്ക് വേക്കൻസി ഉണ്ട്, അതേപോലെ തന്നെ ഏവിയേഷൻ മേഖലയിലേക്കും വേക്കൻസി ഉണ്ട്. എല്ലാം തന്നെ ഡ്രൈവർ പോസ്റ്റിലേക്കാണ്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും GCC ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും ഇനി UAE ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും നിങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. എല്ലാവർക്കും വേക്കൻസി ഉണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. ഈ ഒരു എയർപോർട്ട് പ്രൊജക്റ്റിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി ലൈറ്റ് ഡ്രൈവർ പോസ്റ്റിലേക്കാണ്. UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള, അതായത് ലൈസൻസ് നമ്പർ 3 ഉള്ള ആളുകളെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. 2200 UAE ദർഹമായിരിക്കും ഏവിയേഷൻ മേഖലയിലേക്കുള്ള ലൈറ്റ് ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള സാലറി. ഇനി നിങ്ങൾക്ക് കാറ്ററിംഗ് സർവീസ് മേഖലയിലാണ് ജോലി ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സാലറി 2700 UAE ദർഹമായിരിക്കും. ഇവിടെയും ലൈസൻസ് 3 തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്, ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് UAE. അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ ഈ ഒരു പോസ്റ്റിലേക്കുണ്ട്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഹെവി ഡ്രൈവർ പോസ്റ്റിലേക്കാണ്. ഏവിയേഷൻ ഡ്രൈവർമാരെയും കാറ്ററിംഗ് ഡ്രൈവർമാർക്കും ഇവിടെ അവസരമുണ്ട്. അതായത് ഏവിയേഷൻ മേഖലയിലേക്കും കാറ്ററിംഗ് മേഖലയിലേക്കും വേക്കൻസി ഉണ്ട്. 3080 UAE ദർഹമാണ് സാലറി കമ്പനി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും അവസരമുണ്ട്. എങ്ങനെയെന്നല്ലേ, നിങ്ങളുടെ കയ്യിൽ UAE അല്ലെങ്കിൽ മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു എക്സ്പീരിയൻസും വേണ്ട, ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സാലറി ഞാൻ പറഞ്ഞു. ഇനി ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ, ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ ഇവിടെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ മേഖലയിൽ, അതായത് ഏവിയേഷൻ മേഖലയിലോ കാറ്ററിംഗ് മേഖലയിലോ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എയർപോർട്ട് പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട്. അങ്ങനെയുള്ള ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അല്ലാതെ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമുള്ളവരെ ഇവിടെ പരിഗണിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് GCC രാജ്യത്തെ ഏത് രാജ്യത്തെയും ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ എയർപോർട്ട് മേഖലയിൽ എക്സ്പീരിയൻസ് വേണ്ട, ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. 3080 UAE ദർഹമായിരിക്കും സാലറി വരുന്നത്. ഈ ഒരു എയർപോർട്ട് പ്രൊജക്റ്റിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ബസ് ഡ്രൈവർ പോസ്റ്റിലേക്കാണ്. 2900 UAE ദർഹമായിരിക്കും സാലറി ഉണ്ടാവുക. ഏതെങ്കിലും GCC രാജ്യത്തെ UAE ബസ് ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും GCC രാജ്യത്തെ ബസ് ഡ്രൈവിംഗ് ലൈസൻസോ ഉള്ളവർക്ക് ഇവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അത് വാലിഡ് ആണെങ്കിലും എക്സ്പയർഡ് ആണെങ്കിലും ലൈസൻസ് പരിഗണിക്കുന്നുണ്ട്. എല്ലാ പോസ്റ്റുകളിലേക്കും 40 വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. മറ്റൊരു യോഗ്യത കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമില്ല. എല്ലാം തന്നെ ഞാൻ പറഞ്ഞു. ഫ്രീ ഫുഡ്, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു അവസരമാണ് GCC ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക്. അപ്പോൾ ഈ ഒരു അവസരം പാഴാക്കരുത്. മികച്ച അവസരമാണ്. ഇതിൻ്റെ ഇന്റർവ്യൂ നമുക്ക് നടക്കാൻ പോകുന്നത് മെയ് 6 തീയതി കോഴിക്കോട് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങളുള്ളവരുണ്ടെങ്കിൽ ഏറ്റവും സമയം കളയാതെ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ 9539 നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. മെയ് 6 തീയതിയുള്ള ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് മെയ് 7 തീയതിയാണ് ഇന്റർവ്യൂ.
സൗദി അറേബ്യയിലേക്കാണ്. ഇതും ഒരു എയർപോർട്ട് പ്രൊജക്റ്റിലേക്കുള്ള വേക്കൻസി തന്നെയാണ്. ഡ്രൈവേഴ്സിനെ തന്നെയാണ് ഇവിടെയും ആവശ്യം. ലമോൺസിയ എയർപോർട്ട് സർവീസിലേക്ക് ലൈറ്റ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും GCC രാജ്യത്തെ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് വാലിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. മെയ് 7-ാം തീയതിയാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത്. ഇവിടെ സാലറി വരുന്നത് 1800 സൗദി റിയാലായിരിക്കും. കൂടാതെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1800 സൗദി റിയാൽ എന്ന് പറയുമ്പോൾ 47,000 അല്ലെങ്കിൽ ഏകദേശം 50,000 രൂപയുടെ അടുത്തായി അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഉണ്ടാവുകയില്ല. GCC ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും മുൻഗണന ഉണ്ടായിരിക്കും. അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട്. എയർപോർട്ട് സർവീസ് മേഖലയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. 40 വയസ്സ് 23-നും 40-നും ഇടയിൽ പ്രായമുള്ളവരെ തന്നെയാണ് ഇവിടെയും പരിഗണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ വിട്ടുപോരുത്. മെയ് 7-ാം തീയതി ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻ്റർവ്യൂ വരുന്നത് 8-ാം തീയതിയാണ്. ഒമാനിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഒമാനിലെ ഒരു റെപ്യൂട്ടഡ് ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിലേക്ക് ഷെൽഫ് ബോയ് എന്ന പോസ്റ്റിലേക്ക് ജോലി ഒഴിവുണ്ട്. 150 ഒമാൻ റിയാൽ വരെയാണ് ഇവിടെ സാലറി കമ്പനി പറഞ്ഞിട്ടുള്ളത്. അക്കോമഡേഷൻ ഉണ്ടായിരിക്കും, ഫുഡ് ഉണ്ടാവില്ല, മെസ്സ് അവൈലബിൾ ആണ്. മാസത്തിൽ 2 ദിവസം ഫുൾ ഡേ ലീവോ മാസത്തിൽ 4 ദിവസം ഹാഫ് ഡേ ലീവോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 2 വർഷത്തെ പേപ്പറാണ് വരുന്നത്. ഹൈപ്പർ മാർക്കറ്റ് മേഖല ആയതുകൊണ്ട് തന്നെ 12 മണിക്കൂറിനടുത്ത് വർക്ക് എന്തായാലും ഉണ്ടാകും. സാലറി ഞാൻ പറഞ്ഞല്ലോ 150 ഒമാൻ റിയാൽ വരെയാണ് ഇവിടെ സാലറി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള 30 വയസ്സിന് താഴെ പ്രായമുള്ള SSLC ക്വാളിഫിക്കേഷനുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത്. മറ്റു വലിയ യോഗ്യതയുള്ള ഒന്നും തന്നെ ആവശ്യമില്ല. 30 വയസ്സ് വരെ മാത്രമേ പരിഗണിക്കുള്ളൂ, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ 30 വയസ്സിന് മേഖലയുള്ളവർ ഈ ഒരു വേക്കൻസിക്കായിട്ട് അപ്ലൈ ചെയ്യേണ്ടതില്ല. ഇതിൻ്റെ ഇൻ്റർവ്യൂ നമുക്ക് ഈ വരുന്ന 8-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ ചെറിയൊരു എക്സ്പെൻസിൽ എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. കാരണം ഇന്ന് നിലവിൽ ഒമാനിലേക്കാണ് എല്ലാ വേക്കൻസികളിലേക്കും പ്രോസസ്സിങ് കുറച്ച് എളുപ്പമായിട്ട് നടക്കുന്നത്. അതേപോലെ തന്നെ ഫ്ലൈറ്റ് കാര്യങ്ങളെല്ലാം ഒമാനിലേക്കാണ് കൂടുതലും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് വാട്സപ്പ് വഴി നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. 8-ാം തീയതിയുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻ്റർവ്യൂ തൊട്ടടുത്ത ദിവസം തന്നെയാണ് 9-ാം തീയതി. സൗദിയിലേക്കാണ് വേക്കൻസി. സൗദിയിലെ ബാജ കമ്പനിയിലേക്ക് സെയിൽസ്മാൻ അതേപോലെ പ്രീസെല്ലർ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ അവൈലബിൾ ആണ്. ഈ 2 പോസ്റ്റുകളിലേക്കും ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് ഞാൻ പറയാം. വാൻ സെയിൽസ്മാൻ പോസ്റ്റിലേക്കാണെങ്കിൽ 2500 സൗദി റിയാൽ സാലറി. പ്രീസെല്ലർ പോസ്റ്റിലേക്കും 2500 സൗദി റിയാൽ തന്നെയാണ് സാലറി. 2 പോസ്റ്റിലേക്കും അക്കോമഡേഷൻ ഉണ്ടാകും, ഫുഡ് ഉണ്ടാവുകയില്ല. എന്നാൽ വാൻ സെയിൽസ്മാൻ പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് കമ്മീഷൻ ലഭിക്കും. ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ്, ഈ 3 ഡ്രൈവിംഗ് ലൈസൻസ് ഏതാണോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ സെയിൽസ് ഫീൽഡിൽ, അതായത് വാൻ സെയിൽസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം 2 വർഷത്തെങ്കിലും മിനിമം. FMCG മേഖലയിൽ സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 40 വയസ്സ് വരെയാണ് പ്രായപരിധി. ഇനി നിങ്ങൾക്ക് FMCG മേഖലയിൽ സെയിൽസ് എക്സ്പീരിയൻസ് ഇല്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്നാണ് ഉത്തരം. ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം ഉണ്ടായാൽ പോരാ, സെയിൽസ് ഫീൽഡിൽ FMCG ഫീൽഡിൽ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അങ്ങനെയുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് ഈ വരുന്ന 9-ാം തീയതി നമുക്ക് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. സാലറി ഞാൻ പറഞ്ഞു, അക്കോമഡേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ഫുഡ് ഇല്ല എന്ന് പറഞ്ഞു, സെയിൽസ് കമ്മീഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, പ്രായപരിധി പറഞ്ഞു, കമ്പനിയുടെ പേര് പറഞ്ഞു, സൗദിയിലേക്കാണെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ 9-ാം തീയതിയാണെന്നുള്ളതും ഞാൻ പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. 9-ാം തീയതിയുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻ്റർവ്യൂ 10-ാം തീയതിയുണ്ട്, 11-ാം തീയതിയുണ്ട്. രണ്ടും ഒരു കമ്പനിയിലേക്കാണ്, ഒരേ പൊസിഷനുകളിലേക്കാണ്, പക്ഷേ ഇൻ്റർവ്യൂ ലൊക്കേഷൻസ് വേറെ വേറെയാണ്. സൗദി അറേബ്യയിലേക്കാണ് വേക്കൻസി. സൗദിയിലെ പ്രമുഖ ഫാർമസി ഗ്രൂപ്പായിട്ടുള്ള അൽദവ ഫാർമസിയിലേക്ക് മെർച്ചൻഡൈസർ പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട്. 1800 സൗദി റിയാലാണ് സാലറി വരുന്നത്. ഫുഡ് ഉണ്ടാവില്ല, അക്കോമഡേഷൻ ഉണ്ടായിരിക്കും. 10-ാം തീയതി മംഗലാപുരത്തും 11-ാം തീയതി കൊച്ചിയിലുമാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇവിടെ മെഡിസിൻ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള, നിങ്ങൾക്ക് ഫാർമസിസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് വേണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ മെർച്ചൻഡൈസർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണമെന്ന് നിർബന്ധമില്ല. മെഡിസിൻ ഫീൽഡിൽ, അതായത് മരുന്നുകളെക്കുറിച്ച് അറിവുള്ള ആ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളാണ്, 40 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്. ഈ
10-ാം തീയതിയും 11-ാം തീയതിയും നടക്കാൻ പോകുന്നത്. 1800 സൗദി റിയാൽ ബേസിക് സാലറിയാണ്. അക്കോമഡേഷനും ഉണ്ടാകും, ഫുഡ് ഉണ്ടാവില്ല. ഇവിടെ വീക്ക്ലി ഡേ ഓഫ് ഉണ്ടായിരിക്കും, 10 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാകുക. ഓവർ ടൈം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഈ ഒരു ഇന്റർവ്യൂസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ CV അയച്ചു തരിക. ഒപ്പം ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്ന് പറയാൻ മറക്കരുത്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അവർക്കും ജോലി ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക. ഇതുപോലെയുള്ള കൂടുതൽ ജോലിയൊടുകൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകേണ്ട.